ഡയന. ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റ് ലവേഴ്സിൻ്റെയൊക്കെ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ ഇത്രയും അധികം എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസിനെ ഒരുമിച്ച് കാണാൻ പറ്റിയ വേറെ സ്ഥലമില്ല. ആൻഡ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് ദ പെറ്റ് സ്റ്റേഷൻ കണ്ണൂരിലോട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മാട്ടൂൾ. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയാൻ നേരത്ത് പെർ ഹെഡ് 150 രൂപയാണ്. അപ്പോൾ ആ 150 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നേരത്ത് ഇവിടെ കോഴിക്കാർ പോണ്ടുണ്ട്. അപ്പോൾ കോഴിക്കാർ പോണ്ടിലുള്ള കോഴിക്കാർപ്പുകൾക്ക് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള കുറച്ച് തീറ്റ ഇവർ തന്നെ ആയിരിക്കും. അത് കൂടാണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആനിമൽസ് ഉണ്ട്. അതിനെ പിടിക്കാനോ അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനൊക്കെ അലൗ ചെയ്യും. ഇതൊക്കെയാണ് ആ 150 രൂപയുടെ പാക്കേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആനിമൽസിനൊക്കെ പരിചയപ്പെട്ടാലോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ 2 കുതിരകളെ ഇവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇങ്ങനെ ഒരു കോഴിക്കാർ പോണ്ടുണ്ട്. പിന്നെ അകത്തോട്ട് കയറി കഴിയാൻ നേരത്ത് ഇങ്ങനെ കുറേ ജീവികളെയൊക്കെ കാണാൻ പറ്റും. കയറുമ്പോൾ തന്നെ ഉടുമ്പിൻ്റെ വെറൈറ്റിപ്പെട്ട ഏതൊരു ജീവിയാണ്. പിന്നെ നമ്മുടെ ടറാൻറ്റുല, ഇത് ഒരു വലിയ ടൈപ്പ് എട്ടുകാലിയാണ്. അതിനൊക്കെ ടെററിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എംപറർ സ്കോർപ്പിയോൺ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ പല വെറൈറ്റി ഡക്ക് ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല താറാവുകളുണ്ട്, പല അരയന്നങ്ങളുണ്ട്. എല്ലാത്തിനൊന്നും കാണിക്കാനാണെങ്കിൽ തീരത്തില്ല. നിങ്ങൾക്കറിയോ, ഞാൻ വീഡിയോ എല്ലാത്തിൻ്റെ എടുത്തെടുത്തെടുത്ത് ഏകദേശം 45 മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ വെട്ടിച്ചുരുക്കി നിങ്ങൾക്കായിട്ട് ഈ 10 മിനിറ്റ് ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയാൻ നേരത്ത് ഈ കാണുന്ന അക്വേറിയമാണ്. ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ മോൺസ്റ്റർ ഫിഷുകൾ ഇട്ടിരിക്കുന്നത്. നല്ല ജിമിട്ടൻ സൈസുള്ള അരാപ്പയമാണ്. ഏകദേശം ഒരു 4-5 അടിയോളം നീട്ടമുള്ള അരാപ്പയമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു റെയർ സാധനമാണ് കേട്ടോ, എല്ലായിടത്തൊന്നും ഇല്ല. വൈറ്റ് ആലിഗേറ്റർ ഗാർ, ഇത് ആൽബിനോ അല്ല. ആൽബിനാണെങ്കിൽ ചുവന്ന കണ്ണ് വേണം. അതുകൂടാണ്ട് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്, ജൈൻ ഗൗറാമുണ്ട്, ഷവൽ നോസ് ക്യാറ്റ് ഫിഷ് ഉണ്ട്, പല വെറൈറ്റി ഷാർക്കുകളുണ്ട്. ഇഷ്ടം പോലെ ടൈപ്പ് മറ്റേ മറൈൻ അക്വേറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാം നമ്മൾ കാണിക്കുന്നില്ല. ഏകദേശം 300-ലധികം എക്സോട്ടിക് പെറ്റ്സുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വെറും 10-50 മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോകും. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ആക്കേണ്ടതാണ്. കുറച്ച് നേരം മുമ്പ് നിങ്ങളൊരു ബംഗാൾ ക്യാറ്റിനെ കണ്ടില്ലേ, പക്ഷേ അതിൻ്റെ ഒറിജിനൽ ബ്രസീലിലാണ്. എന്നാൽ ബ്രസീൽ ക്യാറ്റ് നിട്ടാൽ പോരായിരുന്ന, പിന്നെ എന്തിനാണ് ഇവർ ബംഗാൾ ക്യാറ്റ് നിട്ടത്. പിന്നെ ഇതുപോലെ കുറേ മക്കാവൂസ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി തത്തയുണ്ട്. ഇതേതോ അമേരിക്കയിലുള്ള കാക്കയാന്ന് തോന്നുന്നു, നല്ല കളറല്ലേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ പോണ പോലെയാണ്. എന്തൊക്കെ കാണണം. ആ പച്ച ആണാന്ന് തോന്നുന്നു, ചുവപ്പ് പെണ്ണാന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണെന്ന് കൊടുക്കുന്നത് കണ്ടത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലും ക്യൂൻസ്വേലൊക്കെ പോയിട്ട് മനസ്സ് വരവെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ കോപ്പറായും കൂടി കാണണമെന്ന് വെച്ചാൽ പിന്നെ ഏത് കൂട്ടി നോക്കിയാലും ഇങ്ങനെ കുറേ കപ്പിൾ കാണും. പിന്നെ ഒരുത്തന്നെ സിംഗിളായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോഴാണ് അവനെ സൈഡിൽ നിർത്തിയിട്ട് ഇവന്മാരിവിടെ വേറെ പരിപാടി. ഒരുത്തനാണെങ്കിൽ താ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അവർ മാറ്റി. ആൻഡ് പിന്നെ മറ്റൊരു കൂട്ടിൽ ഡൈവേഴ്സ് ആയിരിക്കും തോന്നുന്നു. ഒരുത്തൻ അവിടെ ഒരുത്തി ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ അവരെ ഒന്നിപ്പിക്കുമായിരുന്നു. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കേട്ടോ ഗൈസ്. അതായത് ഈ കറുത്ത വാലുള്ളവനെ കണ്ട, അവൻ കാണിക്കുന്ന കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവൻ വാലാട്ടി മറ്റേ താത്തയുടെ പുറകെ നടക്കുകയാണ്. എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ വാലാട്ടി ആ താത്ത അട്രാക്റ്റ് ആയാൽ മാത്രമേ ഇവർക്ക് മെയ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് കഷ്ടമാണല്ലേ ഇവന്മാരുടെയൊക്കെ ജീവിതം. ഈ തത്തയുടെ വെറൈറ്റി തന്നെ ഏകദേശം 10-50-ലധികം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മൾ കാണിക്കുന്നില്ല. ആൻഡ് അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഇതേടാ ഹണി റോസ് എന്ന്. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ഇതാ കിടക്കുന്നത്. ഇവൻ ഇതിനെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഹണി റോസ് എന്ന് കമ്പയർ ചെയ്യാമെന്ന് എനിക്ക് വലിയ പിടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ പറയാം. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് അക്വേറിയത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈസ് വെക്കുന്ന ഒരു ടൈപ്പ് സ്നേക്ക് ഉണ്ട്, ചന്ന മൈക്രോ പെല്ലറ്റ. അപ്പോൾ അതിൻ്റെ ഒരു അഡൾട്ടുകളെ 3 ഇവിടെ ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ പൊക്കം കുറഞ്ഞ കുള്ളൻ പശുവുണ്ട്, പൊക്കം കുറഞ്ഞ കുള്ളൻ കഴുതയുണ്ട്, പൊക്കം കുറഞ്ഞ കുള്ളൻ കുതിരയുണ്ട്. ഇതെല്ലാം കാണാൻ നല്ല രസമാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ പുള്ളിയോട്, അതായത് ഇതിൻ്റെ ഓണറിനോട് റെസ്പെക്റ്റ് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുള്ളി ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൂവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിലൊക്കെ പോയാൽ അങ്ങനെ ഒരു സെറ്റപ്പ് കാണാറില്ല. ഇവിടെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഐ റെസ്പെക്ട് ഹിം ഫോർ മേക്കിംഗ് സച്ച് എ ഗുഡ് ഡിസിഷൻ. പിന്നെ ഇവിടെ ഒട്ടക പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയാൻ നേരത്ത് ഫോട്ടോഷൂട്ട് സെക്ഷനാണ്. അതായത് ഇവിടെ കുറച്ച് ആനിമൽസ് അവൈലബിൾ ആണ്. നമുക്കതിനെടുത്ത് മേത്തിടാം, കൈ കൊണ്ട് പിടിക്കാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം. ഞാനെടുത്തെന്ന് പറയാൻ നേരത്ത് പാമ്പാണ്. ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയിട്ട് എല്ലാവരും ഈ തത്ത അല്ലെങ്കിൽ ഇഗ്വാന അതിനൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോയങ്ങ് പാമ്പിനെടുത്ത് നമ്മളവിടെ കളി. ആക്ച്വലി ഇതൊരു ടൈപ്പ് ബോൾ പൈതറാണ് കേട്ടോ. ഇതിനൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. വല്ല 1-2 പോയാൽ പിന്നെ നമുക്കായിരിക്കും പണി കിട്ടുന്നത്. സ്വന്തം റിസ്ക് വേണം എടുക്കാൻ. ആർക്കായിരിക്കും ആ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇവിടുത്തെ തത്തയുടെ പേനടിച്ച് വിളിക്കാൻ തോന്നി.
ആളൊടുക്കത്ത് ഉടായിപ്പാ. നമ്മളടുത്തോട്ട് ചെല്ലാൻ നേരത്ത് സൂ കീപ്പറിൻ്റെ ID കാർഡ് എടുത്ത് നമ്മുടെ നേരെ വലിച്ചെറിയും, നമ്മളും നേരത്തെ ഇട്ട പോലെ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കും. അപ്പോഴത്തേക്ക് നമ്മളവനെ തട്ടി. എന്നിട്ട് നമ്മുടെ ഇഗ്വാനേനെ പോയി തടകി. അപ്പോൾ ഇഗ്വാന, മക്കാവു, പിന്നെ കണ്ട ഗ്രേ പാരറ്റാണെന്ന് തോന്നുന്നു. പിന്നെ എന്തായിരുന്നു ഈ ബോൾ പൈത്തൺ. ഇതൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മേത്തിടാൻ വേണ്ടി ഞങ്ങൾ പോയ ദിവസം. അടുത്തൊരു സെക്ഷനിൽ ഇഷ്ടംപോലെ വെറൈറ്റി എക്സോട്ടിക് ആയിട്ടുള്ള ഡോഗ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ കള സിനിമയിലെ കേനോ കോർസോവ്, ഡാൽമേഷ്യൻ, അങ്ങനെ പല പല ഡോഗ്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയാൻ നേരത്ത് ഒരു മീർ ക്യാറ്റ് എന്ന് പറയും. അതായത് ഒരു ടൈപ്പ് കീരിയാണ് കേട്ടോ. ഇവന്മാരിത് 2 കാലം ഇങ്ങനെ എണീറ്റൊക്കെ ചെയ്ത് നിൽക്കും. ഇത് കാണാൻ നല്ല രസമാണ്. പണ്ട് ആനോ പ്ലാന്റ് വെക്കാൻ നേരത്ത് ഇവന്മാരെ കാണിക്കുമായിരുന്നു. ഇവന്മാരൊരു 10-15 ആൾക്കാർ കാണും. എന്നിട്ട് ഇങ്ങനെ മാളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനെ എണീറ്റ് നോക്കും. കാണാൻ നല്ല രസമാണ്. പിന്നെ പല വെറൈറ്റി കുട്ടിക്കുരങ്ങന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് നേരത്തെ കണ്ട ആമയെന്ന് പറയുമ്പോൾ സൽക്കട്ട എന്ന് പറയും. അതൊരു ടൈപ്പ് ടോർട്ടോയിസ് ആണ്. ഇല്ല, ഇപ്പോൾ കണ്ട ആമയെന്ന് പറയാൻ നേരത്ത് റെഡ് ഇയേർഡ് സ്ലൈഡറാണ്. അതൊരു ടൈപ്പ് ടർട്ടിലാണ്. പിന്നെ ഇതൊരു ടൈപ്പ് ഉടുമ്പാണ് കേട്ടോ. ഇവൻ ഭയങ്കര മടിയനായിരുന്നു. ഫുഡ് കൊണ്ടുവന്നിട്ട് കുത്തി 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 കുറേ നേരം വിളിച്ചിട്ടാണ് ഇവൻ വന്ന് ഫുഡ് കഴിച്ചത്. അവൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ അവിടെ ഒരു 20 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. പിന്നെ ഇഷ്ടം പോലെ ടൈപ്പ് അണ്ണാന്മാരുണ്ട് കേട്ടോ. ഇത് മലയാളാനൊക്കെ പോലെ ഉണ്ട്, അതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു വെറൈറ്റി. ഇഷ്ടം പോലെ ടൈപ്പ് സ്ക്വിറൽസ് ഉണ്ടായിരുന്നു. ഫ്ലൈയിങ് സ്ക്വിറലൊക്കെ ഉണ്ട് കേട്ടോ. അവന്മാരെല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. ഇതാ കണ്ടില്ലേ ഇതുപോലെ. പിന്നെ ഇഗ്വാനോസ് ഉണ്ടായിരുന്നു. ഓറഞ്ച് ഇഗ്വാനോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഓറഞ്ച് കാണുന്നത്. പച്ചയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ ഇതെന്തോ ടൈപ്പ് കുറുക്കനായിരുന്നു തോന്നുന്നു. കുറുക്കനോർ കുറുനരി ഒരെണ്ണം ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്തോ ഈനാം പേച്ച് പോലത്തെ സാധനം, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർത്തിരിക്കാറില്ല. പിന്നെ ഇത് ഞാൻ ആദ്യം ഹണി ബാഡ്ജർ ആയിരിക്കുമെന്ന് ഓർത്തത്. ഇത് ആക്ച്വലി ഹണി ബാഡ്ജർ അല്ല. ഇതിനെ സ്കങ്ക് എന്ന് വിളിക്കും. 2 ഒരേപോലെ ഇരിക്കും. പിന്നെ നെഞ്ചത്ത് വാട്ടർ ബലൂൺ പിടിപ്പിച്ച പോലെ ഇഷ്ടംപോലെ ടൈപ്പ് പ്രാവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പല വെറൈറ്റി, ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഇഷ്ടംപോലെ വെറൈറ്റി പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. പ്രാവിൻ്റെയൊക്കെ സൈസ് കാണണം, ഒരു കോഴിയുടെ അത്ര ഉണ്ടായിരുന്നു. പ്രാവൊക്കെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലതിനൊക്കെ കാണണം മുട്ട വരേണ്ട കുഞ്ഞുങ്ങളൊക്കെ മറ്റേ ഇതിലെ പോലെ മണ്ണിൽ കൂടെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കിയിരുന്നു. ഇതിനൊന്നും കൂട് വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അവിടെ. അടുത്തെന്ന് പറയാൻ നേരത്തെ പിന്നെ ക്യാറ്റുകളുടെ സെക്ഷനാണ്. ഇതൊരു ഈജിപ്ഷ്യൻ ക്യാറ്റാന്ന് തോന്നുന്നു. പിന്നെ രോമമൊന്നുമില്ല, അത് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു ബംഗാൾ ക്യാറ്റാണ്. നമുക്ക് ബംഗാൾ ക്യാറ്റിനെ തൊടാനൊരു ഭാഗ്യം കിട്ടി. തൊട്ടപ്പുറത്താണെങ്കിൽ മറ്റേ എന്തായിരുന്നു സ്നോബെൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സ്നോബെൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ ബംഗാൾ ക്യാറ്റ് തന്നെയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം കണക്കാണ്, ചുമ്മാ തിന്നും കുടിച്ചും ഏതെങ്കിലും മൂലക്കിരിക്കും. പിന്നെ ഇവിടെ ഒരു അടിപൊളി ആഫ്രിക്കൻ സിക്ലഡിൻ്റെ അക്വേറിയം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ളും ആഫ്രിക്കൻ സിക്ലഡാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ അടുത്ത നമ്മുടെ കോയി പോണ്ടിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തീറ്റ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ഒരു പാക്കറ്റ് വല്ല ഒരു 10 പെല്ലറ്റ് ഉണ്ടായി. അപ്പോൾ നിങ്ങളാരും അവർ പിശുക്കുന്നതാണെന്ന് ഓർക്കണ്ട. അതായത് വന്നവർക്കെല്ലാം എന്തായിരുന്നു പാക്കറ്റ് നിറയെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം അത് ഇവിടെ കൊണ്ടുവന്നായിരിക്കും ഇടുന്നത്. ഈ കോഴിക്കാർപ്പെല്ലാം ആ പെല്ലറ്റ് കഴിച്ച് വയറ് പൊട്ടി ലാസ്റ്റാവും. അതുകൊണ്ടാണ് അവർ ഈ 10 പെല്ലറ്റൊക്കെ ഒരു പാക്കറ്റിൽ തന്നത്. അത് തന്നെ ഓവറാണ്. കാരണം നമ്മൾ കൈ കൊണ്ട് വെക്കുമ്പോൾ തന്നെ എല്ലാം കൂടി വന്ന കാണണം. മറ്റേ കൈ വന്നിട്ട് തീറ്റക്ക് കയറുമാർ വിരലാണ് വായിലോട്ട് വെക്കുന്നത്. എന്നിട്ട് ബ്ലാ 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 അങ്ങനെ ഓരോ സൗണ്ടും കേൾപ്പിക്കും. കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറൈൻ അക്വേറിയം. നിങ്ങൾ ആ ഫ്ലൂറസെൻറ്റ് ബ്ലൂ കളറിൽ കണ്ടെന്ന് ഓർക്കുന്നു. ദറ്റ് വാസ് എ മറൈൻ അക്വേറിയം. ആൻഡ് ഇത് ഷവൽ നോസ് ക്യാറ്റ് ഫിഷ് ആയിരുന്നു. പിന്നെ ബഞ്ചാറ റെഡ് അരോണ. ഇത് നമ്മുടെ സാധാരണ കടയിലൊന്നും കാണുന്നതല്ല. സാധാരണ കടയിലൊക്കെ ഈ സിൽവർ അരോണ ആയിരിക്കും കാണുന്നത്. ബഞ്ചാറ റെഡ് ആക്ച്വലി ലൈഫ് ഫീഡ് എടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ കളറ് കയറിയേനെ. ഇത് കളറ് അധികം കയറിയിട്ടില്ല. സംഭവം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ കോഴി വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കാടക്കോഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് പൂവൻകോഴി ഉണ്ടായിരുന്നു. പിന്നെ കാടയൊക്കെ ചവറ് പോലെ മുട്ടയിട്ട് വെച്ചിരിക്കുക. പിന്നെ ഇഷ്ടം പോലെ എന്ന് പറയുന്നില്ല, ഒരു 5-6 ഒക്കെ പല വെറൈറ്റി ബോൾ പൈത്തണുകളുണ്ടായിരുന്നു. പിന്നെ ഈ റോസി, ഇവളൊരു ടൈപ്പ് കോൺ സ്നേക്കാണ് കേട്ടോ. എന്തായാലും അത് നോൺ വെനമസ് ആണ്, അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ വെറൈറ്റി ഏലികളുണ്ടായിരുന്നു. ഏലി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി. അത് എല്ലാ കൂട്ടിലും പെറ്റ് പെരുകിതാ ഇങ്ങനെ കുന്നുപോലെ ഇട്ടേക്കും. ആക്ച്വലി ഈ ഏലിയനൊക്കെ ആയിരിക്കും ഇവന്മാരെടുത്ത് ഈ പാമ്പിനൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഗുനിപ്പന്നുകളുണ്ട്, ഹാംസ്റ്റേഴ്സുണ്ട്, മുയലൊക്കെ ഉണ്ട്. മുയലൊക്കെ പല വെറൈറ്റി. പിന്നെ ഇത് ഗുനിപ്പിഗാണ് കേട്ടോ. ഈ ഗുനിപ്പിഗിനൊക്കെ നമ്മൾ സല്യൂട്ട് കൊടുക്കണം. അതായത് പല മരുന്നുകൾ, പല വാക്സിൻസ്, ഇതെല്ലാം ഈ ഗുനിപ്പന്നിയുടെ മേത്തൊക്കെ പരീക്ഷിച്ചിട്ടായിരിക്കും നമ്മളോട്ടൊക്കെ എത്തുന്നത്. ഇത് പലർക്കും അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് തന്നതാണ്. പിന്നെ പല വെറൈറ്റി ടർട്ടിലുകളുണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു ലോങ് നെക്ക് ടർട്ടിലാണ് കേട്ടോ. സാധാ ആമകളെ കാണുമ്പോൾ ഇതിന് നല്ല കഴുത്തിന് നീട്ടം കാണും. പിന്നെ ഇത് പല്ലിയാണ് കേട്ടോ. ഇതിനെ ഗെക്കോ എന്നൊക്കെ പറയും. പുറത്തുള്ള ഒരു ടൈപ്പ് പല്ലിയാണ്. അത്യാവശ്യം സൈസ് വെക്കും സാധാ പല്ലിനേക്കാളും. പിന്നെ ഇഷ്ടംപോലെ കുട്ടി കുരങ്ങന്മാരുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-5 വെറൈറ്റി കുട്ടിക്കുരങ്ങന്മാർ ഈ ഒരു എന്തായിരുന്നു പെറ്റ് സ്റ്റേഷനിലുണ്ട്. പിന്നെ ഇത് വേഴാമ്പലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കണ്ടാണ് വേഴാമ്പൽ. വേഴാമ്പലൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഹെഡ് ഷോഗ് ഉണ്ടായിരുന്നു.
ദിസ് ഈസ് ഹെഡ് ഷോക്ക് 2 ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഫ്ലൈയിങ് സ്ക്യൂറൽ, പറക്കുന്ന അണ്ണാൻ. അതിനെ ഇവരുടെ ഒരു ചെറിയ കൂട്ടിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ ഒട്ടകപക്ഷിയുണ്ട്, ഒട്ടകമുണ്ട്. ആൻഡ് ദിസ് ഈസ് ക്യാമൽ. ആൻഡ് സൺ കൊനൂറൊക്കെ ഉണ്ട്. സൺ കൊനൂറിനൊക്കെ നല്ല വിലയെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് തന്നെ, ചെറിയ കുഞ്ഞിന് തന്നെ 10,000 രൂപയൊക്കെ വരുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എമു ഉണ്ട്. ഇത് കൂടാണ്ട് പല വെറൈറ്റി ആടുകളുണ്ട് കേട്ടോ. ആട് തന്നെ സാധാരണ 2 കൊമ്പൊക്കെയല്ലേ കാണത്തുള്ളൂ. 4 കൊമ്പുള്ള ആട് വരെ ഉണ്ട് ദാ ഇതുപോലെ. പിന്നെ അടുത്തെന്ന് പറയാൻ നേരത്തൊരു ടൈപ്പ് കോഴിയാണ് കേട്ടോ. ഇതിനെ പെസൻ്റ് എന്ന് വിളിക്കും. കോഴിയുടെ അനത്തിൽ പെടുന്ന ഒരു പക്ഷി പോലത്തെ സാധനം. പിന്നെ എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു മുറിയിലോട്ടായിരിക്കും ചെല്ലുന്നത്. അവിടെ ഇഷ്ടം പോലെ പിള്ളേർക്ക് വേണ്ട ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ബീറ്റ ഫിഷൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അതായത് ബുക്സ് ഉണ്ട്, ബോക്സ് ഉണ്ട്, റബ്ബർ, പെൻസിൽ, അങ്ങനെ കുറേ ബാഗുകൾ, ലിപ്സ്റ്റിക്ക്, ലേഡീസ് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പൈസ ചിലവാക്കാനുള്ള വകുപ്പ് അവർ തന്നെ അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആൻഡ് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വിശാലമായിട്ടുള്ളൊരു ബീച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്.